ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ നീച്ചപ്പോൾ തന്നെ ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പോയിന്റിൽ ഒന്ന് പ്രൊഡക്റ്റീവ് ആവണം, ഈ മൈൻഡ് സെറ്റൊക്കെ മാറ്റണം, എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വീഡിയോ എടുക്കൽ. വീഡിയോ എടുത്താൽ തന്നെ എനിക്ക് എൻ്റെ മൈൻഡൊന്ന് പ്രൊഡക്റ്റീവ് ആയ പോലെ തോന്നും. സോ പതിവില്ലാണ്ട് രാവിലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂട്ടാ ഹെയർ ലോഷൻ യൂസ് ചെയ്യാന്നുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഇന്നെന്തായാലും പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി വിചാരിച്ച കാരണം കൊണ്ട് നമ്മളിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു സെറവും ലിപ് ബാമും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പ്രൊഡക്റ്റീവ് ആവുന്നതിൻ്റെ മെയിൻ പാർട്ട് തന്നെയാണ് ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് തന്നെ ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെക്കേഷനൊക്കെ ആയിട്ട് 1 മന്ത് കംപ്ലീറ്റ് ആയി. അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു മാസമൊക്കെ കഴിഞ്ഞ് ആലോചിക്കാൻ പോലും വയ്യ. സോ ഞാനിപ്പോൾ വെച്ചിട്ട് എൻ്റെ ലൈഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മൂഡ് ഓഫ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചധികം ലിസ്റ്റ് നിരത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണോ വെച്ചാൽ ചെറുതാണ്, പക്ഷെ എന്നാലും ഇൻ്റെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്ത ദിവസമായിരുന്നു. പ്രൊഡക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടും ചെടികളെ നോക്കിയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ മൈൻഡായിട്ടാണ് ഈ പ്രൊഡക്ടിവിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലാണ് പോയത്. കിച്ചണിൽ പോയപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എനിക്ക് കുക്ക് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, നാടൻ ഫുഡുകളൊന്നും വല്ലാണ്ട് കുക്ക് ചെയ്യാറില്ല. ഇതുവരെ കുക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ അങ്ങനെ വല്ലാണ്ട് കുക്ക് ചെയ്യാറൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് സോസ് പാസ്തയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വൈറ്റ് സോസ് പാസ്ത. സോ അത് ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ടുമുണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമാവാറുമുണ്ട്. അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഡക്ടിവിറ്റിയുടെ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇതെനിക്ക് കുറച്ച് ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്ന 2-3 ബോട്ടിൽസാണ്. എനിക്കിവിടെ ഒരു 5 ബോട്ടിൽസാണ് പുതിയതായിട്ട് കിട്ടിയത്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ ഞാൻ ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ബോട്ടിലാട്ട് ചെയ്തു. അതാണ് ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. കാരണം ഇത് ഞാൻ ബ്ലൂ കളർ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ മിക്സ് ചെയ്തപ്പോൾ ഈ സെയിം കളർ കിട്ടിയില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലടിച്ചതാണ്. ഇന്നലെ ഞാൻ പ്രേമലു മൂവി പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ ബോട്ടിലാട്ട് ചെയ്തത്. ബോട്ടിലാട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്കറിയില്ല റീസൺ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കോട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഫുൾ റെഡി ആയിട്ട് നമ്മളിന് ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ പെയിൻ്റെല്ലാം കട്ട പിടിച്ചു. ഞാനിത് ഓർമ്മയില്ലാണ്ട് അങ്ങനെ വെച്ച് പോയി, മിക്സ് ആക്കുക പോലും ചെയ്തില്ല. എൻ്റെ ഇത്രയും പെയിൻറ്റ് വെറുതെ പോയി. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഡിസൈൻ ചെയ്യുന്നു. എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ ആദ്യം ചെയ്ത പെയിൻറ്റിങ്ങിനോട് മാച്ചായിട്ടുള്ള പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ഞാൻ വേറെ ഒരു വെറൈറ്റി ഡിസൈനിലാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെറൈറ്റി ഡിസൈൻസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റിൽ. അങ്ങനെ നോക്കി വെച്ച ഡിസൈനാണ് ഇത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഞാൻ ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങ് വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോയി. അങ്ങനെ ഞാനത് റീപെയിൻറ്റ് ചെയ്തു.
ബ്ലൂ അല്ല സോറി യെല്ലോ ഇങ്ങനെ ചെയ്തു, വൈറ്റ് ഇങ്ങനെ ചെയ്തു. വൈറ്റ് എനിക്ക് വലിയ സീനൊന്നും തോന്നിയില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് മാറ്റി ഫുൾ ഒരേപോലെ ഒക്കെ ആക്കിയെടുത്ത് ആൻഡ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഗ്രീൻ അത്ര പോരെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വൈറ്റ് മാറ്റി ഞാൻ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്ത പരിപാടിയാണ് ഡ്രോയിങ്. എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലമായി ഡ്രോയിങ് ചെയ്തിട്ട്. ഇപ്പം എൻ്റെ ഇൻസ്റ്റാ ഫീഡ് മുഴുവൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനും വിചാരിച്ചു ഇതിലൊരു ഇൻസ്പോ എടുത്തിട്ട് ഞാനും വരക്കാൻ പോവാമെന്ന്. അങ്ങനെ ഇരുന്ന് വരച്ചു. കുറച്ചധികം നേരം അതുമേ ഇരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രോയിങ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഈ ഒരു സ്പൈഡർമാൻ തീമും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഇൻസ്റ്റാ ഫീഡ് ഫുൾ ഇതാണ്. പിൻട്രസ്റ്റ് തുറന്നാലും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ചെയ്യാം. അങ്ങനെ ഞാൻ ലാപ്പിൽ പിക്ചറൊക്കെ സെൻഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ എനിക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നിയപ്പോൾ ഉണ്ടായിരുന്ന പൈസയിട്ട് നേരെ കടയിൽ പോയിച്ച് ഓറിയോയും ലേസും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഓറിയോയും ഡയറി മിൽക്ക് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ പ്രിങ്കിൾസും ചോക്ലേറ്റും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഡയറി മിൽക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓറിയോ മേടിച്ചിട്ട് വന്നു. എൻ്റെ നമ്മുടെ ഡ്രോയിങ് ഇത്രയും ആയിട്ടുണ്ട്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായി. പിന്നെ ഞാൻ ഓറിയോ പൊട്ടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കുബുദ്ധിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറിയോയുടെ ക്രീമും ലേസും പാടെ കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു രീതിയിലൊക്കെ കിട്ടുമല്ലോ. ശരിക്കും ഓറിയോയുടെ ക്രീമൊന്ന് മെൽറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഏകദേശമൊക്കെ സെറ്റാവും. ഞാനിങ്ങനെ കഴിച്ച് നോക്കി. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ തട്ടിക്കൂട്ടായിട്ടുള്ള ഐറ്റമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഗ്രീൻ ലേസ് കിട്ടിയില്ല, സോ യെല്ലോ ലേസ് മേടിച്ചു. യെല്ലോ ലേസും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സാധനം ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഡ്രോയിങ്ങിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ ആയിരുന്നു ഇത്. എനിക്ക് കുറച്ച് ടാസ്ക് പോലെ ഫീൽ ചെയ്തെങ്കിലും ചെയ്തപ്പോൾ എനിക്ക് അത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. ഈ വൈറ്റ് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് ആയിട്ട് കൊടുക്കുക ചെയ്തത്. ആൻഡ് ഈ ഡ്രോയിങ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ട ഇൻസ്പോ ഇതായിരുന്നെങ്കിലും ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേറെയും കാര്യങ്ങൾ ഞാൻ വെറുതെ സ്പൈഡർമാൻ തീം സെർച്ച് ചെയ്തിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത കുറച്ചധികം റൈറ്റിങ്സും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസൊക്കെ ഞാൻ അതിൽ കാണിച്ച സെയിം അല്ല ചെയ്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഫൈനൽ ഔട്ട്കം നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാമെന്ന്. ഹൈലൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷേ ഞാൻ ബാക്കിൽ പേപ്പർ വെക്കാൻ മറന്നു. ബാക്കിലെ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടി മറന്നുപോയി. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ കാലത്തിൻ്റെ ശേഷം വരച്ചതാണ്, പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ടേബിൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള എൻ്റെ ടേബിളിൻ്റെ കോലമാണ് ഇത്. അപ്പോൾ ഇത് നമുക്കിനി ക്ലീൻ ചെയ്ത് എടുക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായുള്ളൂ. മിസ്സയച്ച വോയിസും മിസ്സയച്ച റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്നും കേട്ടിട്ടില്ല. അതൊക്കെ അയച്ചിട്ട് കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കേട്ട് എന്നിട്ട് എങ്ങനെ ചെയ്യേണ്ടിയെന്നൊക്കെ മനസ്സിലായി, പക്ഷെ റെക്കോർഡ് ചെയ്തില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കാരണം എനിക്ക് നല്ല ടയേർഡായിരുന്നു. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം നല്ല ഇഷ്ടമാവുകയും ചെയ്ത്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് റെക്കോർഡ് ചെയ്താന്നുള്ളതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഡു ലിസ്റ്റിൽ. അത് മാത്രം ചെയ്യാൻ പറ്റിയില്ല, ബാക്കിയുള്ളതൊക്കെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ റെക്കോർഡ് നോക്കെങ്കിലും ചെയ്താനുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് റെക്കോർഡൊന്നും എഴുതിയിട്ടില്ല, നേരെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.